ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ തരാൻ പോകുന്നത്. അത് ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ തന്നെ വന്നു കാണും. ലാസ്റ്റ് ഡേറ്റ് 29/1/2025 മുന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ല അതിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 29/1/2025 മുന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ കാറ്റഗറി നമ്പർ 578/2024 ആണ്. ഡിപ്പാർട്ട്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PWD ആണ്. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോണിക്സ് വിങ്ങിലേക്കാണ് നമുക്ക് ഈ ഒരു വേക്കൻസി ഉള്ളത്. നെയിം ഓഫ് ദ പോസ്റ്റ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 എന്ന് പറയുന്ന ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 37,400 മുതൽ 79,000 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. വളരെ നല്ലൊരു സ്കെയിൽ ഓഫ് പേ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അടുത്ത നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ലാസ്റ്റ് എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അതനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ചിലപ്പോൾ അതിനോടോ അല്ല അതിൽ കൂടുതലായിട്ട് ഒരു വേക്കൻസി ആയിരിക്കും വരുന്നത്. എത്രയാണെന്ന് വഴിയെ നമുക്ക് നോക്കാം. മെത്തഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 19 മുതൽ 36 വരെയാണ്. ഏജ് റിലാക്സേഷൻ 3 to 5 years ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഫോർ കാറ്റഗറീസ് ഒക്കെ അനുസരിച്ച് നമുക്ക് 3 മുതൽ 5 വർഷം വരെ നമുക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. പിന്നീട് പ്രധാനപ്പെട്ട നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന്. അപ്പൊ നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ നോക്കിയാൽ മനസ്സിലാവും കുറേ അധികം ക്വാളിഫിക്കേഷൻ ഇവർ പറയുന്നുണ്ട്. അത് നോക്കിയാൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വാളിഫിക്കേഷൻസ് ആണ് പറയുന്നത്. നമുക്ക് ആദ്യത്തെ നോക്കിയാൽ പറയാം ഡിപ്ലോമ ഇൻ റേഡിയോ എഞ്ചിനീയറിംഗ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. അതുപോലെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും പറ്റും. പക്ഷേ ആഫ്റ്റർ 3 years സ്റ്റഡി ഇൻ എ റെക്കഗ്നൈസ്ഡ് ടെക്നിക്കൽ സ്കൂൾ പ്രിഫറബിളി വിത്ത് വയർലെസ് ടെലിഗ്രാഫി ഓർ റേഡിയോ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതായത് ടെക്നിക്കൽ സ്കൂളിൽ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട്സ് ഒക്കെ ഉള്ള ഒരു കോഴ്സാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ കുറേ ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കുക, നിങ്ങൾക്ക് ലാസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് 3 year കോഴ്സ് അവാർഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അതായത് 3 year ഡിപ്ലോമയുള്ള ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. വേറെ എക്സ്പീരിയൻസോ വേറെ കാര്യങ്ങളോ ഒന്നും അവർ പറയുന്നില്ല എന്നുള്ള കാര്യം ആലോചിക്കുക. ബാക്കിയുള്ളവർ നോക്കുക, ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ അല്ലെ ഈ ഒരു ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് അപ്ലൈ ചെയ്യണം, നിങ്ങൾ വിട്ടുപോകരുത്. പക്ഷെ എന്തായാലും ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. അതും അതിന്റെ ഹയറും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം അതാണ് അതിന്റെ ക്വാളിഫിക്കേഷന്റെ സൈഡ്. നമുക്ക് ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അതിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഡേറ്റ് ഓഫ് എഫക്ട് എന്ന് പറഞ്ഞത് 9/3/2023 ഡേറ്റ് ഓഫ് എഫക്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. അതുപോലെ ആ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 62.67 ആയിരുന്നു. 62 ആയിരുന്നു അതിന്റെ കട്ട് ഓഫ്. ആ ഒരു എക്സാമിന്റെ നിലവാരം വെച്ചിട്ട് ആയിരിക്കും ആ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. എന്തായാലും വലിയ കുഴപ്പമില്ലാത്തൊരു കട്ട് ഓഫ് ആണ് അല്ലേ. ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് 13 അഡ്വൈസ് നിലവിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ആലോചിക്കുക, ഏകദേശം അറൗണ്ട് ആ ഒരു നമ്പർ വരുന്നൊരു വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അതിൽ കൂടുതലോ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു വേക്കൻസി ഉള്ളൊരു എക്സാം ആണെന്ന് നിങ്ങളൊന്ന് ഓർക്കുക. ഇലക്ട്രോണിക്സ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, അതല്ല നിങ്ങൾക്ക് ഇനിയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല, ഇനിയും താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ് നാട്ടിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ എക്സാമിനൊന്നും പ്രിപ്പയർ ചെയ്തിരിക്കരുത്. നിങ്ങൾക്ക് റീസെന്റ് ആയിട്ട് ഒരു AE എക്സാം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സാമും ഈ ഒരു എക്സാമോടെ ഒക്കെ ക്ലബ് ചെയ്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഒരു എക്സാമിന് പഠിച്ചാൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നോളജ് കൊണ്ട് നിങ്ങൾക്ക് അടുത്ത എക്സാമിനും നിങ്ങൾക്ക് പോകാം. അത് നിങ്ങൾക്ക് ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് ഒത്തിരി മുമ്പിൽ എത്തിക്കാൻ നിങ്ങൾക്കത് ഉതകുകയും ചെയ്യും. AE പോലെ പോളി ലെക്ചർ ഇലക്ട്രോണിക്സ് എക്സാമും വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു എക്സാമ്പിൾക്കൊക്കെ പഠിക്കുമ്പം നമ്മൾ ഈ പഠിക്കുന്ന സബ്ജക്റ്റുകൾ, ഈ പഠിക്കുന്ന ടോപ്പിക്കുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഒരു എക്സാമിന്, ഒരു ഗവൺമെന്റ് ജോബ് ആഗ്രഹിച്ച് നിങ്ങൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരൊറ്റ എക്സാമും വിടല്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കാര്യമായിട്ട് ആലോചിക്കുക. ഏതെങ്കിലും ഒരു എക്സാമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും മതി, പ്രശ്നമില്ല. കാര്യം നമ്മൾ നോക്കിയിരിക്കുന്നതിന് നല്ലൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇറങ്ങുക. ബാക്കി എക്സാമുകളൊക്കെ നമുക്ക് വഴിയെ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ലിസ്റ്റ് 20 ആയിരുന്നു. 20 പേരുടെ ലിസ്റ്റിൽ നിന്ന് 13 പേർക്ക് തന്നെ അഡ്വൈസ് പോയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ലിസ്റ്റ് ആയിരുന്നു അല്ലേ. അപ്പം ചെറിയൊരു ലിസ്റ്റിൽ നിന്നാണ് ഇത്ര അഡ്വൈസ് പോയത്. അതായത് അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വേക്കൻസി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ചിലപ്പോൾ ഇനി അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേക്കൻസി ഒന്നേ ഉള്ളൂ, അല്ലെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്, നമുക്ക് അറിയത്തില്ല, വലിയ നമ്പർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പരീക്ഷ എഴുതാതിരിക്കരുത്. എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തന്നെ പോയി എഴുതുക. അപ്പം ഇതിൻ്റെ
ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ അഡ്വൈസ് 13 ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് വെച്ചാൽ 14/11/2024 അപ്പം ഏത് റാങ്ക് വരെയൊക്കെ അഡ്വൈസ് പോയിട്ടുണ്ട്, ഓരോ കാറ്റഗറിയിലും ഏത് റാങ്ക് വരെയുള്ള അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അത് നോക്കാം. ഓക്കെ, പിന്നീട് നമുക്ക് പറയാനുള്ളത് ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഒരു വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ ഏത് സിലബസ് ആണ്, ഇപ്പോൾ ഡിപ്ലോമ ലെവലാകുമ്പോൾ നമുക്ക് ഏത് സിലബസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ A ലെവൽ ആണെങ്കിൽ നമുക്കറിയാം, A ലെവൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഏത് ലെവലിലാണ് നമുക്കത് പഠിക്കേണ്ടതെന്ന്. പക്ഷേ ഡിപ്ലോമ ലെവലാണ് ഈ പരീക്ഷയെങ്കിൽ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം, അല്ലെ എന്തുമാത്രം ഡെപ്തി പഠിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഐഡിയ കിട്ടണം. അതനുസരിച്ച് വേണം ഓരോ ലെവൽ എക്സാമിനെ ഓരോ ഡെപ്തിൽ വേണം നമ്മളത് കാണാൻ. അതിനൊരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി നമ്മൾ കൊടുക്കണം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് പഠിക്കണം എന്നുള്ളൊരു സ്റ്റഡി സ്ട്രാറ്റജിയും അതിൻ്റെ സിലബസും അല്ലെങ്കിൽ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ വെബിനാറിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്താൽ മതി. അപ്പം അത് ഒന്ന് നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഡേറ്റും മറ്റു കാര്യങ്ങളും ഞാൻ താമസിയാതെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഞാനൊന്ന് പറയാം. നമുക്ക് ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ക്ലാസ്സുകളുണ്ട്, ഈ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, അതിന് നോട്ട്സ് ഉണ്ട്, ക്ലാസ് ടെസ്റ്റുകളുണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, മോഡൽ ടെസ്റ്റുകളുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു മെൻറ്ററിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ ഒരു പർട്ടിക്കുലർ കോഴ്സിന് നമ്മളൊരു മെൻറ്ററിനെ പ്രൊവൈഡ് ചെയ്യും. ആ മെൻറ്റർ ആയിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ഇതൊക്കെ ചോദിക്കാൻ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി കാണും. ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ് ഈ കോഴ്സ് എടുത്ത സ്റ്റുഡൻസിനെ എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡൗട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ ഉപകരിക്കുന്നതാണ് എന്നുള്ളത് ഞാൻ പറയാം. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അത് റീസെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലെല്ലാം നമുക്ക് അത്യാവശ്യം ടോപ്പ് റാങ്കുകൾ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലാണ് നിങ്ങൾക്ക് നമ്മൾ ക്വസ്റ്റ്യൻസും ക്ലാസ്സുകളും ഒക്കെ തരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേരുന്നു. താങ്ക് യു.